ഈ 100 വർഷത്തെ പെന്തക്കോസ്ത് പാരമ്പര്യത്തിൽ പെന്തക്കോസ്ത് സമൂഹത്തിൽ ജനിച്ചുപോയി എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ അറിയാതെ പോയ, ഇന്ത്യക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിന് നഷ്ടപ്പെട്ട ഈ രീതിയിൽ പെന്തക്കോസ്ത് സമൂഹം മനുഷ്യരോട് കാണിച്ച അനീതി, അക്രമങ്ങൾ അവർ തീർച്ചയായും അക്നോളജ് ചെയ്യേണ്ടതാണ്. അതിന് പബ്ലിക്കായി തന്നെ അപ്പോളജൈസ്, അവർ ക്ഷമ പറയേണ്ടത് തന്നെയാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു ആശയത്തെ ചുറ്റിപ്പറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IPC, TPM, ചർച്ച് ഓഫ് ഗോഡ്, AG പോലെയുള്ള ഓരോ സഭകളും കേരളത്തിൽ വന്ന് നടത്തിയ അനീതി, പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് കേരളത്തിൽ 100 വർഷത്തിൽ ഏറിയ പാരമ്പര്യമുണ്ട് എന്ന് പല പാസ്റ്റർമാരും പല വേദികളിലും പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇനിയും വിശ്വാസികളാണെങ്കിൽ ഞങ്ങൾ 5 തലമുറ അല്ലെങ്കിൽ 4 തലമുറ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ തന്നെ ജനിച്ച് വളർന്നവരാണ് എന്ന് പറഞ്ഞും അഭിമാനിക്കുന്നതും നമ്മൾ കേൾക്കാറുണ്ട്. ഇങ്ങനെ വർഷങ്ങളുടെയും തലമുറകളുടെയും കണക്ക് പറഞ്ഞ് പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്ന പെന്തക്കോസ്തുകാർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു പെന്തക്കോസ്ത് സമൂഹം അതിലെ വിശ്വാസികളോട് കാണിച്ച അനീതി എന്താണ്? പെന്തക്കോസ്ത് സമൂഹത്തിനോടും അല്ലെങ്കിൽ അതിലെ വിശ്വാസികളോടും ചെയ്ത അനീതി എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ. എൻ്റെ പല വീഡിയോസിലും എൻ്റെ ഒരു ജീവിതം എങ്ങനെയാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് വിവരിച്ച് തരേണ്ട ഒരു ആവശ്യമേ ഇല്ല. ഇനിയും ഇത് എന്നെ മാത്രം ബാധിക്കുന്ന ഒറ്റപ്പെട്ട സംഭവമാണ് അല്ലെങ്കിൽ TPMൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് പറഞ്ഞായിരുന്നു ഇതുവരെയും ആളുകൾ എനിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ അടുത്തായി നമ്മൾ തന്നെ നേരിട്ട് കണ്ടൊരു കാര്യമാണ്, IPCയിൽ നിന്നായും പുതുതായി പല ആളുകളും വന്ന് സംസാരിക്കുന്നത്, ചർച്ച് ഓഫ് ഗോഡിൽ നിന്നുമുള്ള ആളുകളും ഒക്കെ വന്ന് സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഒട്ടനവധി ആളുകൾ പുറത്തേക്ക് വരും, സംസാരിക്കും, അവരുടെ അനുഭവങ്ങൾ കൃത്യമായും പുറം ലോകത്തെ അറിയിക്കുക തന്നെ ചെയ്യും. ഞാനിവിടെ പെന്തക്കോസ്ത് കാട്ടിയ അനീതി എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും എന്താണ് ഈ അനീതി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴായി പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സിനിമ കണ്ടുകൂടാ, പാട്ട് കേട്ടുകൂടാ, ആർട്സ്, സ്പോർട്സ്, ഇതേപോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അന്യമതസ്ഥരുമായി കൂട്ടുകൂടിക്കൂടാ, ഒരു ഇരുണ്ട വസ്ത്രം ധരിച്ചുകൂടാ, ആഘോഷങ്ങൾക്ക് പോയിക്കൂടാ, ബർത്ത്ഡേ ആഘോഷിച്ചുകൂടാ എന്നു തുടങ്ങി കണക്കില്ലാത്ത റെസ്ട്രിക്ഷൻസ് ആണ് പെന്തക്കോസ്ത് സഭകൾ പിന്തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. ഇതെല്ലാം TPM സഭകളിൽ മാത്രം കണ്ടുവരുന്ന കാര്യമാണെന്ന് പറയുന്നവർക്ക് ഞാൻ വ്യക്തമായിട്ടും ഇവിടെ IPC സഭയുടെ പുറത്ത് ഒട്ടിച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ കാണിച്ചു തരാം. വിശ്വാസികളുടെ ശ്രദ്ധയ്ക്ക്, ആഭരണധാരികൾ, കള്ളം പറയുന്നവർ, സിനിമയും സീരിയലും കാണുന്നവർ, ചീത്ത വിളിക്കുന്നവർ, കുടുംബ പ്രാർത്ഥന, രഹസ്യ പ്രാർത്ഥനയും ഇല്ലാത്തവർ, പാസ്റ്ററുടെ അനുവാദമില്ലാതെ സഭായോഗം മുടക്കുന്നവർ, ഈ വക വിശ്വാസികൾ കർത്തൃമേശ എടുക്കരുത്. ഇതേപോലെയുള്ള വിശ്വാസങ്ങൾ എല്ലാ പെന്തക്കോസ്തൽ സമൂഹങ്ങളിലും നിലനിന്നതാണ്, നിലനിൽക്കുന്നതാണ്. ഇങ്ങനത്തെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ചുറ്റുപാടിൽ ജനിച്ചു വളരുന്ന ഒരു വ്യക്തിക്ക് അയാൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാ മനുഷ്യരെയും പോലെ വളരെ സാധാരണമായിട്ട് ആർട്സ്, സ്പോർട്സ്, അല്ലെങ്കിൽ സിനിമ, പാട്ട്, ഇങ്ങനെ വളരെ സാധാരണമായും മനുഷ്യർ ചെയ്തു പോരുന്ന കാര്യങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിക്ക് എക്സ്പ്ലോർ ചെയ്യാനോ അനുഭവിക്കാനോ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് അയാൾ വളരുന്ന ചുറ്റുപാട്, അയാൾ ഇടപഴകുന്ന ആളുകൾ, അയാൾ കാണുന്ന, കേൾക്കുന്ന, വായിക്കുന്ന, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ നിന്നായിരിക്കും ഒരു വ്യക്തി രൂപപ്പെടുന്നത്. ഇവർ ആളുകളെ ഇവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രം ഐസൊലേറ്റ് ചെയ്ത് നിർത്തുന്നത് വഴി പുറത്തുള്ള മനുഷ്യരുമായിട്ടോ പുറത്തുള്ള ലോകമായിട്ടോ ഇവർക്ക് യാതൊരുവിധ ബന്ധവുമില്ല. വളരെ യാഥാർത്ഥ്യമായിട്ടും പറയുകയാണെങ്കിൽ ഒരു പാരലൽ വേൾഡിൽ, ഈ ലോകത്തിനുള്ളിൽ തന്നെ ഒരു പാരലൽ വേൾഡിൽ മറ്റേതോ ഒരു ലോകത്ത് ജീവിക്കുന്നത് പോലെയാണ് പെന്തക്കോസ്ത് വിശ്വാസികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. ഈ ഒരു സാഹചര്യത്തിൽ ജനിച്ചു വളരുന്ന വ്യക്തിക്ക് മറ്റെല്ലാ മനുഷ്യരെയും പോലെ അവരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വാലിറ്റി, അവരുടെ അറിവ് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സ്കിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറ്റ് മനുഷ്യരെ പോലെ ഈസിലി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഇതിനെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പെന്തക്കോസ്ത് പോലെ ഇത്രയും റെസ്ട്രിക്റ്റഡ് അല്ലാത്തൊരു സറൗണ്ടിങ്ങിൽ, എൻവിറോൺമെൻറ്റിൽ ജീവിച്ച് വളരുന്ന അല്ലെങ്കിൽ അതിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ളൊരു വ്യക്തി ഒരു 18 വയസ്സാകുമ്പോൾ അയാൾക്കുള്ള കാര്യപ്രാപ്തി, അയാൾക്കുള്ള അറിവ്, അയാൾക്കുള്ള സോഷ്യൽ സ്കിൽസ്, അയാൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡിവിജ്വാലിറ്റി എന്നൊരു കാര്യവുമൊക്കെ അതേപോലെ തന്നെ അതേ പ്രായത്തിൽ ഉള്ള ഒരു പെന്തക്കോസ്ത് വ്യക്തിയെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 10 വയസ്സുള്ള വ്യക്തിക്കുള്ള ഡെവലപ്മെൻറ്റ് മാത്രമായിരിക്കും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് പെന്തക്കോസ്തിൽ മാത്രമല്ല, പെന്തക്കോസ്ത് പോലെ അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ഏതൊരു കമ്മ്യൂണിറ്റിയിൽ ജനിച്ച് വളരുന്ന കുട്ടികളുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും.
ഇവരുടെ ഈ ഒരു കൾട്ടിന് പുറത്തു നിൽക്കുന്നതെല്ലാം ലോകം, പാപം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തുന്ന ഈ കുട്ടികൾ വളരെ താമസിച്ചായിരിക്കും യഥാർത്ഥ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇടപഴകുന്നത്. ഏകദേശം 18-20 വയസ്സ് വരെ ഈ ഒരു അടച്ചിടപ്പെട്ട സൊസൈറ്റിയിൽ ജനിച്ചു വളർന്ന കുട്ടികൾ അവർ യഥാർത്ഥ ലോകവുമായിട്ടൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നത് അവർ പഠിച്ചതിനൊക്കെ ശേഷം ഒരു ജോലിക്കായിട്ട് മറ്റേതെങ്കിലും നാടുകളിലൊക്കെ പോകുമ്പോഴായിരിക്കും. അപ്പോഴാണ് അവർ യഥാർത്ഥമായിട്ടും പുറം ലോകവുമായിട്ട് ഇതാണ് യഥാർത്ഥ ലോകം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് മനുഷ്യർ ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു സമയം കിട്ടുന്നത് ഈ 18-20 വയസ്സിനൊക്കെ ശേഷമായിരിക്കും. ഓരോ മനുഷ്യരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ലൈഫിലെ സ്റ്റേജ് എന്ന് പറയുന്നത് അവരുടെ ചൈൽഡ്ഹുഡാണ്, അവരുടെ ഒരു കുട്ടിക്കാലം. ഒരു വ്യക്തിയെ വ്യക്തിയാക്കി മാറ്റുന്നത് അയാളുടെ കുട്ടിക്കാലമാണ്. ഈ 100 വർഷത്തെ പെന്തക്കോസ്ത് പാരമ്പര്യത്തിൽ പെന്തക്കോസ്ത് സമൂഹത്തിൽ ജനിച്ചു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ അറിയാതെ പോയ, ഇന്ത്യക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിന് നഷ്ടപ്പെട്ട പല അത്ലറ്റ്സ് ഉണ്ടായിരിക്കും. കായികമായുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റായിട്ടുള്ളവരുണ്ടായിരിക്കും, വളരെ നല്ല അഭിനേതാക്കളുണ്ടായിരിക്കും. മമ്മൂട്ടിയോ മോഹൻലാലിനെയോ പോലെ മറ്റൊരു വലിയ നടനായി മാറാൻ പൊട്ടൻഷ്യലുള്ള വളരെ അഭിനേതാക്കളുണ്ടായിരിക്കും, ഡയറക്ടർമാരുണ്ടായിരിക്കും, നല്ല പാട്ടുകാരുണ്ടായിരിക്കും, മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള വ്യത്യസ്ത മേഖലകളിൽ നമ്മളുടെ സമൂഹത്തിന് കൃത്യമായ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒട്ടനവധി വ്യക്തികൾ ഓൾറെഡി ഇതിൽ ജനിച്ച് മരിച്ചു പോയിട്ടുണ്ടാകും. ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇങ്ങനെ ഇൻഡിവിജ്വലായി ഇവർ വ്യക്തികളെ അടിച്ചമർത്തുന്നതിൽ നിന്നും സൊസൈറ്റിക്ക് എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വ്യക്തമായിട്ടും അറിയാം ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തു പറഞ്ഞായിരിക്കും പെന്തക്കോസ്ത് സമൂഹം ഇതിനെ നേരിടുന്നതെന്ന്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പണ്ടായിരുന്നു, ഇപ്പം ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഞങ്ങൾ ഭയങ്കര ലിബറലായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ സിനിമ കാണാറുണ്ട്, ഞങ്ങളുടെ പാസ്റ്റർമാർ പോലും സിനിമ കാണാറുണ്ട്, അതാണ് ഇതാണ്. ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. സമൂഹം മൊത്തത്തിൽ ഒരു 100 അടി മുന്നിലേക്ക് പോയി കഴിയുമ്പോൾ പെന്തക്കോസ്ത് സമൂഹം ഒരു 2 അടി മുന്നിലേക്ക് പോകാറുണ്ട്. ഇനിയും ഈ പറയുന്ന ചെറിയ പുരോഗമനങ്ങളൊക്കെ പെന്തക്കോസ്തിൻ്റെ യഥാർത്ഥമായ പുരോഗമനം കൊണ്ടാണോ അതോ നിവർത്തികേട് കൊണ്ടാണോ എന്നുള്ള കാര്യം ഞാൻ എന്തായാലും ഇവിടെ സംസാരിക്കുന്നില്ല. നിങ്ങൾ ഈ പുരോഗമനം പറഞ്ഞ് എത്രയൊക്കെ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ കാണിച്ച അനീതി എന്നും അവിടെ നിലനിൽക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നെപ്പോലെയുള്ള ഓരോ വ്യക്തികൾ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ വർഷങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ ബാല്യം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം അതൊരിക്കലും തിരിച്ചു കിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇപ്പോഴെങ്കിലും ഇതൊക്കെ തിരിച്ചറിയാനും അതിൽ നിന്ന് പുറത്തു വരാനും ഇനിയും ശേഷിക്കുന്ന ജീവിതമെങ്കിലും ഞങ്ങൾക്ക് ബെറ്ററായി ജീവിക്കാൻ കഴിയും എന്നൊരു ഓപ്ഷനെങ്കിലും ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന പല തലമുറകളിൽ ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ ജീവിതത്തിൽ എങ്ങും എത്താതെ വ്യത്യസ്തമായ കഴിവുകൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കൂടി നിങ്ങൾ അവരുടെ തലയിൽ അടിച്ചേൽപ്പിച്ച ഈ പാപഭാരങ്ങൾ കാരണം അവർക്ക് ജീവിതത്തിൽ എങ്ങും എത്താതെ മരിച്ചു പോയിട്ടുണ്ട്. ഇനിയും എന്നെപ്പോലെ അല്ലാതെ കുറച്ചുകൂടി പ്രായമുള്ള വ്യക്തികൾ, ഒരു 40-50 വയസ്സിൽ മുകളിലുള്ള വ്യക്തികൾക്ക് ഇനിയും അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു മാറ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ രീതിയിൽ പെന്തക്കോസ്ത് സമൂഹം മനുഷ്യരോട് കാണിച്ച അനീതി, അക്രമങ്ങൾ അവർ തീർച്ചയായും അക്നോളജ് ചെയ്യേണ്ടതാണ്. അതിന് പബ്ലിക്കായി തന്നെ അപ്പോളജൈസ്, അവർ ക്ഷമ പറയേണ്ടത് തന്നെയാണ്. നമ്മളൊന്ന് പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കത്തോലിക്ക സഭ കൃത്യമായിട്ടും മാപ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഞാനീ നിൽക്കുന്ന സ്വീഡനിലെ സ്വീഡിഷ് ചർച്ചുകൾ, പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകൾ, അവർ പഴയകാലത്ത് ഇവിടുത്തെ ആദിവാസി സമൂഹത്തിനെ ക്രിസ്ത്യാനികളാക്കുവാനായി കാട്ടിക്കൂട്ടിയ ക്രൂരതകളോട് അവർ കൃത്യമായും മാപ്പ് അപേക്ഷിച്ചിട്ടുള്ളതാണ് 2021. അതേപോലെ തന്നെ പല രാജ്യങ്ങൾ അവർ കഴിഞ്ഞ കാലങ്ങളിൽ മറ്റു മനുഷ്യരോട് കാട്ടിക്കൂട്ടിയ അനീതിയുടെ പേരിൽ കൃത്യമായും മാപ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു കാര്യം പറയുമ്പോൾ പെന്തക്കോസ്ത് സമൂഹം ഇതിനെ ന്യായീകരിക്കാൻ സാധ്യതയുള്ള ഒരു ന്യായീകരണം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയെ പോലെയോ അല്ലെങ്കിൽ മറ്റ് മാപ്പ് പറഞ്ഞ രാജ്യങ്ങളെ പോലെയോ ഞങ്ങൾ മാപ്പ് പറയേണ്ടതിൻ്റെ ആവശ്യമില്ല, കാരണം ഞങ്ങൾ അവരെ ആരെയും കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് സമൂഹത്തിന് ആകെ 100 വർഷത്തെ ചരിത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനിയും ഇതൊക്കെ ഞങ്ങളുടെ തലമുറക്കാർ ചെയ്തൊരു കാര്യമല്ലേ, ഇതിന് ഞങ്ങൾ മാപ്പ് പറയേണ്ടതുണ്ടോ, ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ലിബറലായില്ലേ എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു പ്രവൃത്തിയല്ല. പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു ആശയം, അല്ലെങ്കിൽ ആ ഒരു ആശയത്തെ ചുറ്റിപ്പറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IPC, TPM, ചർച്ച് ഓഫ് ഗോഡ്, AG പോലെയുള്ള ഓരോ സഭകളും കേരളത്തിൽ വന്ന് നടത്തിയ അനീതി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാരണം കൊണ്ടാണ്. ഇതിലെ ഓരോ പെന്തക്കോസ്ത് പ്രസ്ഥാനവും കഴിഞ്ഞ 100 വർഷത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മൾ ഇന്നീ കാണുന്ന ഓരോ സഭകളും. അപ്പോൾ കഴിഞ്ഞ 100 വർഷത്തെയും അല്ലെങ്കിൽ 4-5 തലമുറയുടെയും പാരമ്പര്യം പറഞ്ഞ് അഭിമാനം കൊള്ളുമ്പോൾ നിങ്ങൾ ചെയ്തു കൂട്ടിയ ഈ അനീതികളൂടെ ചേർത്തുകൊണ്ടാണ് നിങ്ങൾ അതിൽ അഭിമാനിക്കുന്നത് എന്നത് ഒരു എത്തിക്കൽ കൺസേൺ തന്നെയാണ്.
പിന്നീട് പെന്തക്കോസ്ത് സമൂഹം മറ്റുള്ള മനുഷ്യരെക്കാളെല്ലാം എന്തോ മെച്ചപ്പെട്ട സമൂഹമാണെന്ന് സ്വയം എന്തോ ഒരു മോറൽ സുപ്പീരിയോറിറ്റി അവർക്കുണ്ട് എന്ന് സ്വയം പ്രഖ്യാപിക്കാറുണ്ട്. ഈ ഒരു മോറൽ സുപ്പീരിയോറിറ്റി യഥാർത്ഥമായും നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായി മനുഷ്യരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ഹാം, അതിനെ നിങ്ങൾ തന്നെ അക്നോളജ് ചെയ്യുകയും അതിന് കൃത്യമായൊരു അപ്പോളജി അല്ലെങ്കിൽ മാപ്പ് നിങ്ങൾ പറയേണ്ടതും അനിവാര്യമാണ്. ഇനിയും മറ്റു പല കാരണങ്ങളും നിങ്ങളിതിനെ സാധൂകരിക്കാനായി പറയാൻ സാധ്യതയുണ്ട്. അതിലേറ്റവും കൂടുതലായി വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, ഇതിലെ 100% വ്യക്തികളും ഇതേ കാര്യത്തിലൂടെ കടന്നു പോയവരല്ലല്ലോ. 100% ആളുകളും കടന്നു പോയിട്ടില്ലായിരിക്കും. എങ്കിലും വലിയൊരു ശതമാനം ആളുകൾ ഇതിൻ്റെ ഇരകളായി തീർന്നിരുന്നു എന്നതിന് യാതൊരുവിധ സംശയവുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നെപ്പോലെ ഉയർന്നു വരുന്ന മറ്റനവധി ആളുകളുടെ ശബ്ദം. ഞങ്ങൾ ഈ ചെയ്തിരുന്നതെല്ലാം നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു, വിത്ത് എ ഗുഡ് ഇൻറ്റൻഷൻ, നല്ല മനസ്സോടുകൂടിയായിരുന്നു ഞങ്ങൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും എന്ന് പറയാൻ സാധ്യതയുണ്ട്. ആയിരിക്കാം, നല്ലതോ ചീത്തയോ എന്തോ ആയിക്കോട്ടെ, പല കാര്യങ്ങളും ഒരിക്കലും നല്ല ഉദ്ദേശമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനിയും നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരുന്നെങ്കിൽ കൂടി നിങ്ങൾ ആ ചെയ്തിരിക്കുന്ന കേടുപാടുകൾ, മനുഷ്യരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഹാം എന്ന് പറയുന്നത് അത് കാണാൻ പറ്റുന്നതാണ്, മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾ യഥാർത്ഥത്തിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇനിയും ഇതെല്ലാം കഴിഞ്ഞു പോയ കാര്യമല്ലേ, ഇപ്പോഴും എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നവരോട് അതിനുള്ള ഉത്തരം ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് റഫായിട്ട്. എങ്കിൽ തന്നെയും ഇപ്പോഴും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന മനുഷ്യർ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഇത് എന്തുകൊണ്ട് സംസാരിക്കാൻ റിലവൻ്റ് ആണ് എന്നുള്ളതിൻ്റെ കാരണം. ഇന്നത്തെ തലമുറയിലെ പല പാസ്റ്റർമാരും ഈ കാര്യങ്ങളെ അക്നോളജ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ സിനിമ കാണരുതെന്ന് പറയുന്നത്, ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം ധരിക്കരുതെന്ന് പറയുന്നത്, സംഗീതം കേൾക്കരുതെന്ന് പറയുന്നത്, ആർട്സ് സ്പോർട്സ് എന്നീ പറയുന്ന കാര്യങ്ങളിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നതെല്ലാം ശരിയായൊരു പ്രവണതയായിരുന്നില്ല നമ്മൾ ചെയ്തത്, ഇതിനെല്ലാം മാറ്റം വരണമെന്ന് പല പാസ്റ്റർമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എങ്കിൽ തന്നെയും വലിയൊരു സമൂഹം ആൾക്കാരും ഇപ്പോഴും ഇതിനെ അക്നോളജ് ചെയ്യുന്ന ഒരു ലെവലിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കൃത്യമായും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഴയ കാലഘട്ടത്തിൽ മാത്രമായിരുന്നു നിലനിന്നത്, ഇപ്പോഴത്തെ കാലയളവിലെല്ലാം മാറി ഞങ്ങൾ ലിബറലായി എന്ന് നിങ്ങൾ പറയണമെങ്കിൽ വ്യക്തമായിട്ടും ഈ കാര്യങ്ങളെ അക്നോളജ് ചെയ്യേണ്ടതുണ്ട്. അതെ, യാഥാർത്ഥ്യമായും ഞങ്ങളുടെ ഇടയിൽ നിലനിന്ന കാര്യമായിരുന്നു ഇത്. ഇതെല്ലാം ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമല്ല, പക്ഷേ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു കാര്യം ചെയ്തു പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമൂഹത്തിലും മനുഷ്യരിലും വരുത്തിയ ഈ ഒരു തെറ്റിന് കൃത്യമായ ക്ഷമ പറയേണ്ട ഉത്തരവാദിത്വം, നിങ്ങൾ മാറിയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായും പെന്തക്കോസ്ത് സമൂഹത്തിനുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അക്നോളജ് ചെയ്യുകയും അതിന് കൃത്യമായി മാപ്പ് പറയുകയും ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം പെന്തക്കോസ്ത് സമൂഹം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊന്നും ഇന്നും മാറിയിട്ടില്ല. അത് തന്നെയാണ് പെന്തക്കോസ്തിൻ്റെ ഇന്നത്തെയും രീതി എന്ന് തന്നെയാണ്.